മീഡിയേഷൻ ഏജൻസികളും കേരളത്തിൽ ശാഖകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയിലെ കോടതികളിൽ ലക്ഷക്കണക്കിന് കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. ജുഡീഷ്യറിക്ക് ഇത് വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. കോടതിക്ക് പുറത്ത് കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിന് ഇന്ത്യൻ ജുഡീഷ്യറി പ്രോത്സാഹിപ്പിക്കുവാൻ കാരണം ഇതാണ്. കോടതികളിൽ മുഴുവനായിട്ട് പെൻഡിംഗ് എന്ന് പറഞ്ഞാൽ 25 മില്യൺ കേസസിൽ കൂടുതൽ പെൻഡിംഗ് ഉണ്ട്. അപ്പൊ അതിൽ വളരെ വളരെ ചെറിയൊരു ശതമാനം, അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ മാക്സിമം 10% ഒരു സ്റ്റേറ്റ് ഇൻവോൾവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പബ്ലിക് ഇൻവോൾവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ ഉള്ളതോ ആയിട്ടുള്ളത്. ബാക്കി എല്ലാം പേഴ്സണൽ ഡിസ്പ്യൂട്ട്സ് ആണ്. അതിൽ കൂടുതലും കോൺട്രാക്ച്വൽ ആണ്. ഇപ്പം ലോ കോഡ്സ് എടുക്കുകയാണെങ്കിൽ മിക്കവാറും കോൺട്രാക്ച്വൽ ഡിസ്പ്യൂട്ട്സ് ആയിരിക്കും കൂടുതലുള്ളത്, അല്ലെങ്കിൽ അവരുടെ സിവിൽ റൈറ്റ്സ് ആയിരിക്കും. പേഴ്സണലായിട്ട് എനിക്കോ അല്ലെങ്കിൽ എന്റെ നെയ്ബറിനോ അല്ലെങ്കിൽ ഞാനും എന്റെ ബിസിനസ് പാർട്ട്ണറോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിലോ അങ്ങനെയുള്ള പേഴ്സണൽ ഡിസ്പ്യൂട്ട്സ് ആണ് ഒരു 85% ലോവർ കോർട്സിലോ അല്ലെങ്കിൽ ഹൈക്കോർട്സിലോ അപ്പീലായിട്ടോ പെൻഡിംഗ് ആയിട്ടുള്ളത്. ഇങ്ങനെയുള്ള മാറ്റേഴ്സ് മുഴുവൻ കോടതിക്ക് പുറത്ത് ഔട്ട്സൈഡ് കോർട്ട് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ കോടതിക്ക് വളരെ ഇഫക്റ്റീവായിട്ട് സീരിയസ് മാറ്റേഴ്സ് നോക്കാനുള്ള സമയവും കിട്ടും. പാർട്ടീസിനെ സംബന്ധിച്ചോളം ഒരു മാറ്റർ 15 കൊല്ലോ 20 കൊല്ലോ കോടതികളിൽ പല കോടതികളിലായിട്ട് ഇപ്പം ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ തൊട്ട് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ വരെ ഇപ്പം നമ്മുടെ ഒരു ആവറേജ് ലിറ്റിഗേഷൻ ടൈം എന്ന് പറയുന്നത് 15 years ആണ്. ഒരു ജനറേഷൻ കൊടുത്ത കേസ് അടുത്ത ജനറേഷൻ വരെ കാത്തിരിക്കാതെ 6 മാസത്തിനുള്ളിൽ 3 മാസത്തിനുള്ളിൽ ഫൈനലായിട്ടൊരു ഡിസിഷൻ പാർട്ടീസിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഡിസിഷൻ കൊണ്ടുവരാനായിട്ട് ഔട്ട്സൈഡ് കോർട്ട് സെറ്റിൽമെന്റോ അല്ലെങ്കിൽ മീഡിയേഷനോ ആർബിട്രേഷനോ മാത്രമേ പറ്റുള്ളൂ. നിയമപരമായ സാധുത സ്വകാര്യ കോടതികൾക്കും ആർബിട്രേറ്റർമാർക്കും മീഡിയേറ്റർമാർക്കും നെഗോഷിയേറ്റർമാർക്കും നൽകിയിട്ടുണ്ട്. ഇവരുണ്ടാക്കുന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥകൾക്ക് കോടതി വിധികൾക്ക് തത്തുല്യമായ പരിഗണന ലഭിക്കുന്നു. ഇപ്പം നിയമപരമായി ട്രെയിൻഡ് വേണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെന്നില്ല. ഒരു 21 വയസ്സ് കഴിഞ്ഞാൽ ഏതൊരു ഇന്ത്യൻ സിറ്റിസനും ആർബിട്രേറ്ററോ മീഡിയേറ്ററോ ആകാം നിയമപരമായി. പക്ഷെ ആ സ്കിൽസ് അതിന് വേരി ചെയ്യായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷനോ അല്ലെങ്കിൽ ക്ലയന്റിന്റെ ഒരു കോൺഫിഡൻസോ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷെ നിയമപരമായി 18 വയസ്സ് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും മീഡിയേറ്ററോ ആർബിട്രേറ്ററോ ആകാം. അയാൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അയാൾ വഴി ഉണ്ടാക്കുന്ന ഒരു സെറ്റിൽമെന്റ്, ആ ഒരു മീഡിയേറ്റർ ആണെങ്കിൽ മീഡിയേറ്റർ വഴി ഉണ്ടാകുന്ന ഒരു സെറ്റിൽമെന്റോ അല്ലെങ്കിൽ ആർബിട്രേറ്റർ ആണെങ്കിൽ ആർബിട്രേറ്റർ കൊടുക്കുന്ന ഒരു ഡിസിഷനോ കോടതിയുടെ ഒരു ജഡ്ജ്മെന്റിന് ഇക്വലന്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് ആണുള്ളത്. ആ അവാർഡ് ഇപ്പം ആർബിട്രേറ്റർ കൊടുക്കുന്നതാണെങ്കിൽ അവാർഡായിരിക്കും, അല്ലെങ്കിൽ മീഡിയേറ്റർ കൊടുക്കുന്നതാണെങ്കിൽ സെറ്റിൽമെന്റ് എഗ്രിമെന്റ് ആയിരിക്കും. ആ സെറ്റിൽമെന്റ് എഗ്രിമെന്റോ അല്ലെങ്കിൽ ആർബിട്രൽ അവാർഡോ ഏതെങ്കിലും ഒരു പാർട്ടി സബ്സിക്വന്റ് ആയിട്ട് വേണ്ടാന്ന് വെക്കുകയോ അല്ലെങ്കിൽ അതൊന്ന് പിന്നോർക്ക് പോവുകയോ ചെയ്യുകയാണെങ്കിൽ കോടതി അത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കോടതിയുടെ ഒരു ജഡ്ജ്മെന്റിന് തുല്യമായി തന്നെ അത് എക്സിക്യൂട്ട് ചെയ്ത് കോടതി കൊടുക്കും. വിദേശ രാജ്യങ്ങളിൽ സ്വകാര്യ നിയമപാലന സംവിധാനങ്ങൾ വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ അതത്ര വ്യാപകമായിട്ടില്ല. വിപുലമായ സാധ്യതകളാണ് ഇവിടെ ബാക്കി നിൽക്കുന്നത്. മീഡിയേറ്റർമാർ നിയമബിരുദധാരികളാകണമെന്നില്ല. ഔപചാരിക നിയമവിദ്യാഭ്യാസവും നിർബന്ധമില്ല. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പലരും എഞ്ചിനീയർമാരോ ഡോക്ടർമാരോ അധ്യാപകരോ ഒക്കെയാണ്. ഞാൻ ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. പക്ഷേ മീഡിയേഷനിലെ സാധ്യതകൾ ലീഗൽ പ്രൊഫഷനിൽ മാത്രമല്ല ഉള്ളത്, ലീഗൽ പ്രൊഫഷനിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമല്ല ഉള്ളത്. എല്ലാ പ്രൊഫഷനിൽ നിന്നും ആൾക്കാർ വരുന്നു. അതിൽ ബേസിക് ആയിട്ടുള്ള 2 കക്ഷികൾ 2-3 കക്ഷികൾ, ഇപ്പോൾ കോംപ്ലക്സ് കേസുകളാണെങ്കിൽ 2-3 കക്ഷികൾ തമ്മിൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഒരു ശരിയോ തെറ്റ് അത്യാവശ്യം ധാരണയിലെത്താനായിട്ട് അവരോട് പറഞ്ഞു ബോധിപ്പിക്കുവാനും ഉള്ള ഒരു സ്കില്ല്, ഒരു പേഴ്സണൽ സ്കില്ലിനാണ് മീഡിയേഷനിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർബിട്രേഷൻ ആൻഡ് മീഡിയേഷൻ ഈ മേഖലയിൽ പരിശീലന സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഔപചാരിക വിദ്യാഭ്യാസമോ ബിരുദമോ ആവശ്യമില്ലെങ്കിലും മികച്ച പരിശീലനം ഈ മേഖലയുടെ പ്രൊഫഷണലിസം വർദ്ധിപ്പിക്കുമെന്നാണ് ഈ സ്ഥാപനത്തിന്റെ പക്ഷം. കേരളത്തിൽ സ്വകാര്യ മീഡിയേറ്റർമാർ ചില പ്രധാനപ്പെട്ട കേസുകൾ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. പലതും കോടതികളിൽ പതിറ്റാണ്ടുകൾ തീർപ്പാകാതെ കിടന്നതാണ്. ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള കേസുകൾ എന്ന് പറഞ്ഞാൽ മലങ്കര സഭാ തർക്കത്തിൽപ്പെട്ട കോലഞ്ചേരി കടവറ്റ പള്ളികളിൽ 8 വർഷമായിട്ട് പൂട്ടിക്കിടക്കുകയായിരുന്നു. അവരിൽ ഇടവകയുടെ ഉള്ളിൽ ഓർത്തഡോക്സ് വിഭാഗവും യാക്കോബ വിഭാഗവും തമ്മിൽ ജനങ്ങൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. കോലഞ്ചേരി പള്ളിയിലൊക്കെ അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും അത്യാവശ്യം 2 കൂട്ടരും ഇടവകയിലുള്ള 2 വിഭാഗം തമ്മിൽ പറഞ്ഞു തീർക്കാനായിട്ട് സാധിച്ചു. നിലവിലുണ്ടായിരുന്ന കേസുകളൊക്കെ പിൻവലിച്ചു. 1977 മുതൽ നിലനിന്ന കേസുകളായിരുന്നു അത്. അതായത് 30 വർഷത്തോളം നിന്ന കേസുകൾ പിൻവലിച്ചു. ഒരു തൊഴിലെന്ന നിലയിൽ ഭേദപ്പെട്ട വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു മേഖലയാണിത്. കേരളത്തിൽ ഈ രംഗത്ത് ആദ്യം കടന്നു വന്നവരെല്ലാം നല്ല പ്രാക്ടീസുള്ള വക്കീലന്മാരെക്കാൾ വരുമാനമുണ്ടാക്കുന്നു. ഇപ്പം ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ആണെങ്കിൽ ഇതൊരു അക്സെപ്റ്റഡ് സിസ്റ്റമാണ്, മീഡിയേഷൻ ഒരു അക്സെപ്റ്റഡ് സിസ്റ്റമാണ്. അപ്പൊ അവിടെ ഈ ഒരു മീഡിയേറ്ററിന് 1 മണിക്കൂറിന് £500 തൊട്ട് £2500 വരെയാണ് ഒരു മീഡിയേറ്ററിന്റെ പെർ അവർ ചാർജ്. അപ്പൊ അവിടെ പക്ഷെ ലിറ്റിഗേഷൻ അത്രയധികം എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഒരു മീഡിയേഷനിലേക്ക് പോകുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ എടുത്താലും ഒരു കേസ് തീരാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15 കൊല്ലത്തോളം ഒരു ലിറ്റിഗേഷൻ നീണ്ടുപോകുന്നുണ്ട്, പല അപ്പലേറ്റ് സ്റ്റേജിലായിട്ട് നീണ്ടുപോകുന്നുണ്ട്. മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ നോർമലി ഞങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഒരു നോർമൽ വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്തൊരു മീഡിയേഷൻ ഒരു 6 മണിക്കൂർ തൊട്ട് 12 മണിക്കൂർ വരെ, ഒരു സിറ്റിംഗ് എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. 4 സെഷൻ കൊണ്ട് സാധാരണഗതിയിൽ ഒരു മീഡിയേഷൻ തീരാറുണ്ട്. അപ്പൊ ഇവിടുത്തെ മീഡിയേഷൻ ചാർജസ് നമ്മൾ ചെയ്യുന്നത്
ഒരു ഒരു എന്താ പറയാ ഫിനാൻസ് ബേസ്ഡ് അല്ല, അല്ലെങ്കിൽ ഒരു എമൗണ്ട് ബേസ്ഡ് അല്ലെങ്കിൽ അതിനൊരു ഫിക്സഡ് ഫീ ആണ്. ഒരു മീഡിയേറ്റർക്ക് പെർ സെഷൻ 1500 രൂപ പെർ സെഷൻ, പെർ പാർട്ടി 1500 വെച്ചിട്ടാണ് ഒരു മീഡിയേഷൻ നടക്കുന്നത്. കൂടുതൽ പേർ ഈ രംഗത്ത് വന്നാലേ ഇതിന് വ്യാപകമായ പ്രചാരണം ലഭിക്കൂ. നിലവിൽ മീഡിയേറ്റർമാരായ രംഗത്തുള്ളവർ ഈ മേഖലയ്ക്ക് പ്രചാരം കൊടുക്കാനാണ് പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. ഇന്ത്യയിൽ സ്വകാര്യ കോടതികൾക്കും മീഡിയേറ്റർമാർക്കും നല്ല ഭാവിയുണ്ടെന്ന് ഇവർ ഉറപ്പിച്ചു പറയുന്നു. ടൊയോട്ടോ കൊറോളയുടെ പുതിയ ലിമിറ്റഡ് എഡിഷൻ കാർ പുറത്തിറങ്ങി. 300 കാറുകളാണ് ഇത്തരത്തിൽ